ബിഗ് ബോസും പി ആറും വന്ന് പി ആർ എന്ന് പറയുന്ന വാക്ക് തന്നെ മലയാളികൾക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ഒരു ബിഗ് ബോസ് എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബിഗ് ബോസ് കഴിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാൻ. ഒന്ന് രണ്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ പി ആറിനെ പറ്റിയിട്ട് ഇത്രയ്ക്ക് വലിയ അപവാദമാണല്ലോ മലയാളികൾക്കിടയിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താണ് പി ആർ അല്ലെങ്കിൽ ഒ ആർ അല്ലെങ്കിൽ ഒ ആർ എം എന്നൊക്കെ പറയുന്നത്? എല്ലാ ബ്രാൻഡുകൾക്കും ഈ പറഞ്ഞിട്ട് പി ആർ ഉണ്ട്, പബ്ലിക് റിലേഷൻസ് എന്നാണ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ആൾക്കാർ ഇഷ്ടപ്പെടണം. അപ്പൊ ഇത് പബ്ലിക്കുമായിട്ട് റിലേഷൻ വേണം. അപ്പൊ അത് നമ്മൾ ഈ കാണുന്ന പല പോഡ്കാസ്റ്റുകളിലും പല വീഡിയോകളിലും വരുന്ന ഒരു ചെറിയ പ്ലേസ്മെന്റ് ആകാം, അതിനെപ്പറ്റി അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻസ് ആകാം, എന്തും ആകാം. ഇത് പണ്ട് ഓഫ്ലൈൻ ഓൺലൈൻ ആയിരുന്നു, ഇപ്പൊ കൂടുതലും ഓൺലൈനിലാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഏതൊരു പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിലും ഇവരുടെയൊക്കെ ഓൺലൈനിലുള്ള റെപ്യൂട്ടേഷൻ നമ്മൾ മാനേജ് ചെയ്യണമല്ലോ. ശരിക്കും ബിഗ് ബോസിന്റെ പ്രൊഡക്റ്റ് എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബിഗ് ബോസിലുള്ള കോണ്ടസ്റ്റൻസ് ആണ്. അപ്പം ഇവരുടെ പബ്ലിക് റിലേഷൻസ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ബിഗ് ബോസിൽ പോവാം. ഒന്ന്, നിങ്ങൾക്ക് പുറത്ത് ആൾക്കാരെ ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് പോവാം, ഇന്ന ആളെ ഏൽപ്പിച്ചിട്ട് പോവാം. ശരിക്കും എല്ലാ ബിഗ് ബോസ് സീസണിലും മിനിമം 2-3 കോൾ എനിക്ക് വരാറുണ്ട്. പി ആർ എടുക്കാമോ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് മാത്രം ചെയ്താൽ മതി, പോസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അതിനകത്തൊന്നും കൈ തൊടാറില്ല. പണ്ടെണ്ണം ചെറുതായിട്ട് കൈ തൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറകെ നടന്ന അവസാനം നമുക്ക് തന്നെ ഭ്രാന്താവും എന്നുള്ളതേ ഉള്ളൂ. കാരണം അവരവിടെ കാണിക്കുന്ന ഓരോന്നിനും നമ്മളിങ്ങനെ പുറകെ നടക്കണം. കാരണം ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് അത് പറ്റും. ശരിക്കും അങ്ങനെയാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് എല്ലാ പ്രൊഡക്റ്റിനും എല്ലാ സർവീസിനും ഇവിടെ പി ആർ ഉണ്ട്, ഒ ആറും ഉണ്ട്. ഈ പറഞ്ഞിട്ട് ബിഗ് ബോസിലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വരുന്ന കോണ്ടസ്റ്റൻസ് ആണ്. അപ്പം അതിന്റെ പബ്ലിക് റിലേഷൻസ് മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് പബ്ലിക് റിലേഷൻസ് മാനേജ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഇപ്പം അനുമോൾ ആണെങ്കിലും നിവിൻ ആണെങ്കിലും, ഇപ്പൊ ഞാൻ രണ്ട് കമ്പാരിസൺ പറയാം, അനുമോളും നിവിനും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യവും നമുക്കറിയാവുന്നത്, അനുമോളിന് ഓൾറെഡി പുറത്ത് പി ആർ കൊടുത്തിട്ടാണ് പോയത്, നിവിന് പി ആർ ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെയാണ് അകത്ത് പോയത്. ഈവൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോലും ഓപ്പൺ ആയിരുന്നു, പബ്ലിക് അല്ലായിരുന്നു, പ്രൈവറ്റ് ആയിരുന്നു. ശരിക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? രണ്ട് രീതിയിൽ വർക്ക് ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് പുറത്തുനിന്ന് ആൾക്കാരെ കൊടുത്തിട്ട് പോകാം. രണ്ട്, പുറത്തുനിന്ന് നിങ്ങൾക്ക് ആൾക്കാർക്ക് ഇതെല്ലാം ഒരു ക്യാഷ് അഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. നല്ല രീതിയിൽ പൈസ കൊടുക്കണം, നല്ല രീതിയിൽ പെയ്ഡ് ആവണം. ഓരോ പി ആറിനനുസരിച്ചും ഓരോരുത്തരുടെ വാല്യൂവിനനുസരിച്ച് ഇതൊക്കെ വേരിയേഷൻസ് വരും. അപ്പൊ പൈസ ഇൻവോൾവ് ആയത് കാരണം ചിലർ കൊടുക്കത്തില്ല. ചിലർ എന്ത് ചെയ്യും? ഇതിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പൈസ ഇൻവോൾവ് ആയത് കൊണ്ടോ എന്ത് ചെയ്യാൻ ഡയറക്റ്റ് ഇവർ പോവാം. ഡയറക്റ്റ് പോയി കഴിഞ്ഞിട്ട് ഇവരകത്ത് കൊടുക്കുന്ന കോണ്ടന്റിന് അനുസരിച്ച് പുറത്ത് ഒരു കൂട്ടം ആൾക്കാർ ഫോം ആവും. ഫാൻസ് എന്ന പേജിൽ ഫാൻ പേജുകളാകാം. ആക്ച്വലി ബിഗ് ബോസ് 1 ആണെങ്കിൽ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പൊ നോക്കുന്ന സമയത്ത് ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആണ്, ഇത്ര ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, കോണ്ടന്റ് ഉണ്ട്. അപ്പം നല്ല കോണ്ടന്റ് കൊടുക്കുന്ന ആരാണോ, നല്ല ഈ പറഞ്ഞിട്ട് മലയാളികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മലയാളികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പി ആറിന് കയറാൻ പോകുന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി വിടാം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ സീസണിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും. മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണ്, അംഗീകരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അംഗീകരിക്കാത്ത കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പി ആർ പരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇവരൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് പോയി ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഔട്ട് കൊടുക്കാം. അതിനെ ഒന്ന് ആൾക്കാരിലോട്ട് എത്തിച്ചാൽ മാത്രം മതി. എന്താണ് പി ആർ അല്ലെങ്കിൽ എന്തിനാണ് പി ആർ? പി ആർ എന്ന് പറയുന്നത് മോശമാണ്, ഒരിക്കലും അല്ല. പി ആർ എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. ശരിക്കും ബിഗ് ബോസിലാണെങ്കിലും ഏതൊരു പരിപാടിക്കാണെങ്കിലും സെലിബ്രിറ്റിമാർക്കാണെങ്കിലും പി ആർ ഇസ് എ മസ്റ്റ് തിങ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കാണുന്ന ഓഡിയൻസ് രണ്ട് രീതിയിലാണ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഹോട്ട്സ്റ്റാറിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഏഷ്യാനെറ്റിലും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏഷ്യാനെറ്റിൽ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്, ഹോട്ട്സ്റ്റാറിലും കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്, പിന്നെ ഭയങ്കരമായിട്ടുള്ള ഓഡിയൻസ് ലൈവ് ഇരുന്ന് കാണും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു 4 മീഡിയ മാത്രമാണുള്ളത്. വേറെ ഒരു വലിയ ഭാഗം ഓഫ് ഓഡിയൻസ് ഇതിന് പുറത്തുണ്ട്. ഇവര് കാണുന്നത് ചിലപ്പം ചെറിയ റീൽസ് ത്രൂ ആയിരിക്കാം, ചിലപ്പോൾ ചില ഡിസ്കഷൻസിലായിരിക്കാം, ചിലപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴായിരിക്കാം, റീൽസ് കണ്ടിട്ടായിരിക്കാം, ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടായിരിക്കാം, ലോങ് ഫോർമാറ്റ് ഇന്റർവ്യൂസ് കണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ ഇവരിറങ്ങുന്ന ഇന്റർവ്യൂവിന്റെ ക്ലിപ്സ് കണ്ടിട്ടായിരിക്കാം. അപ്പം ഈ ഒരു വലിയ മാസ് ഓഡിയൻസിലോട്ട് ആൾക്കാരിലെ അല്ലെങ്കിൽ ഇവരകത്ത് കൊടുക്കുന്ന കണ്ടന്റുകൾ എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും പി ആർ ഏജൻസികൾ എത്തിക്കലി ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു പരിധി വരെ ഇതൊരു ആവശ്യമാണ്. പക്ഷെ ഇത് മലയാളികളുടെ വീക്ക് പോയിന്റ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവരത് വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്യാത്തതെന്നും ഈ പ്രാവശ്യത്തെ സീസൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. വെൽ ട്രെയിൻഡ് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ആ ട്രെയിനിങ് വേണം, അത് മോശമാണെന്നോ ഒന്നുമല്ല. കാരണം ഇറ്റ്സ് എ പ്രോഗ്രാം. നമ്മളിപ്പോൾ ഏതൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ട് മത്സരിച്ചിട്ട് വയ്ക്കില്ല. അതേപോലെ തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് വന്നത് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞിട്ട് മാസ്കുലാനിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ആൽഫ മെയിൽ ക്യാരക്ടർ അല്ലെങ്കിൽ കുലസ്ത്രീ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇവരെ എഗ്രി ചെയ്യുന്ന പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞ് പിടിപ്പിച്ച് നിൽക്കുന്ന. അപ്പൊ ഇതിനൊക്കെ ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ട്രെയിനിങ് വേണം.
അത് ഈ പറഞ്ഞിട്ട് മീഡിയ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യാൻ വരുന്ന ഒരാൾ, അവർക്ക് നമ്മൾ മീഡിയ ട്രെയിനിങ് കൊടുക്കും. സോഷ്യൽ മീഡിയ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ബിഹേവ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് ഇതൊരിക്കലും മോശമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ എല്ലാ വർഷവും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഒരു മിനിമം 2-3 കോളെങ്കിലും വരാറുണ്ട്. ഈ കോണ്ടസ്റ്റൻസ് പോകുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാറുണ്ട്. റീസൺ വേറെ ഒന്നുമല്ല, ദേ ഓൾ നീഡ് സോഷ്യൽ മീഡിയ സപ്പോർട്ട്. അതൊരു ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും കൂടുതൽ ആൾക്കാർ, ഇപ്പൊ എനിക്കറിയാവുന്ന കുറെ ആൾക്കാർ എന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിരുന്നു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം പുറത്തായിട്ടുള്ള ആൾക്കാരുണ്ട്, അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള ആളായിട്ട് പോലും. അപ്പം ഇതൊരു കുറച്ച് ലോങ് ഫോർമാറ്റ് വീഡിയോ ആണ്. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം, PR എന്ന് പറയുന്നത്, ഓൺലൈൻ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിനെപ്പറ്റി ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് സാധനമാണ് പോകുന്നത്. ഈവൻ നമ്മൾ മാനേജ് ചെയ്യുന്ന പേജുകളൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് PR, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. അപ്പം അത് എല്ലാ ബ്രാൻഡുകൾക്കും അതേപോലെ എല്ലാ പേഴ്സണൽ ബ്രാൻഡുകൾക്കും സർവീസുകൾക്കും പ്രൊഡക്റ്റുകൾക്കും ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിലോട്ട് കുറച്ച് ആൾക്കാർ പോകുന്ന സമയത്ത് എന്താണ് പ്രൊഡക്റ്റ്, അവരാണ് പ്രൊഡക്റ്റ്. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കണം, മാസ് ഓഡിയൻസിലോട്ട് എത്തിക്കണം. ഈ പറഞ്ഞതിലോട്ട് കുറച്ച് കോൺട്രവേഴ്സി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേണം. ഇത് ചിലപ്പം PR ഏജൻസികൾ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ സപ്പോർട്ടേഴ്സ് ചെയ്യുന്നതായിരിക്കും. കാരണം പീപ്പിൾ ആർ ഡൈയിങ് ഫോർ ദം. ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഇവർ കരയുന്നതിനനുസരിച്ച് സ്ക്രീനിൽ നോക്കിയിരുന്ന് കരയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവരുടെ റെസ്പോൺസ് അനുസരിച്ച് ഭയങ്കരമായിട്ട് ഓപ്പൺ കമന്റ്സ്, ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ. കാരണം ഇറ്റ്സ് നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ജഡ്ജ് ചെയ്യും. അപ്പൊ ഇത്രയും ആൾക്കാർ പബ്ലിക്കലി പുറത്തുനിന്ന് കാണുന്ന സമയത്ത്, ഒരു കൂട്ടം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണുന്ന സമയത്ത് ദേ വിൽ ജഡ്ജ്. സോ ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ടോക്ക് യു. PR എന്ന് പറയുന്ന കാര്യം ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്, ഇറ്റ്സ് എ മസ്റ്റ് തിങ് വെൻ ഇറ്റ് കംസ് ടു കോമ്പറ്റീഷൻ ലൈക്ക് ദിസ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലോട്ട് ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന, ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട്സ് അത് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് നല്ല രീതിയിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും, എത്രത്തോളം ആൾക്കാർ അത് കാണും, എത്രത്തോളം ആൾക്കാർ അത് വില്ലിങ് ആണ് എന്നുള്ളത് എപ്പോഴും വേണ്ടത് ഈ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് മീഡിയയിൽ വർക്ക് ചെയ്യുക എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് ആണെങ്കിലും, നമ്മൾ ചെയ്യുന്ന ഓരോ കോണ്ടന്റുകളാണെങ്കിലും, നമ്മൾ ചെയ്യുന്ന ഓരോ ക്യാമ്പയിൻസ് ആണെങ്കിലും, ഇതൊക്കെ സൈക്കോളജി ബേസ്ഡ് ആയിട്ടാണ്, ഈ ബിഹേവിയർ മനസ്സിലാക്കിയിട്ടാണ്. ഈ പറഞ്ഞിട്ട് PR എന്ന് പറയുന്നത് മോശമല്ല. നിങ്ങളുടെ ബിഹേവിയർ മനസ്സിലാക്കി, നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഈ പറഞ്ഞതിലോട്ട് PRകളും കാര്യങ്ങളൊക്കെ. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ ആ ഒരു രീതി തന്നെയാണ്. നമ്മൾ എല്ലാം കാണുന്നില്ല ബിഗ് ബോസ് നടക്കുന്നത്. നിങ്ങൾ കാണേണ്ടതും, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റെസ്പോൺസ് ചെയ്യുന്നതും, അവരുടെ TRP കൂട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പുറത്ത് കാണിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PR എന്ന് പറയുന്നത് ബിഗ് ബോസ് പോലത്തെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലത്തെ പ്ലാറ്റ്ഫോമുകൾക്ക് അഡ്വാൻറ്റേജ് ആണ്. എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്? ആൾക്കാർ കാണാൻ, TRP കൂടാൻ. ദാറ്റ്സ് ദെയർ അൾട്ടിമേറ്റ് ഗോൾ. കൂടുതൽ സ്പോൺസേഴ്സ് വരണം, കൂടുതൽ ആൾക്കാർ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, ക്യാഷ് ഫ്ലോ ഷുഡ് ബി ദെയർ. അപ്പം PR ഒരാളെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ വ്യൂവർഷിപ്പ് കൂടുന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് TRP കൂടുന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് റെസ്പോൺസ് കൂടുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് എൻഡ് ഓഫ് ദ ഡേ ഏഷ്യാനെറ്റ് തന്നെയാണ് ഇതിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ PR ഇസ് നോട്ട് എ ബാഡ് തിങ്.